4 പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. UP BJPയിലെ സംസ്ഥാന ഘടകത്തിൽ ചേരിതിരിവുകൾ ഉണ്ടെന്ന വാർത്തകൾക്കിടെ യോഗി മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മന്ത്രിസഭയ്ക്ക് പുറമെ BJP സംസ്ഥാന ഘടകത്തിലും വലിയ അഴിച്ചുപണികൾ നടന്നേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കിടെയാണ് പാർട്ടി തലത്തിലും ക്യാബിനറ്റിലും മാറ്റങ്ങൾക്ക് BJP ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പുനഃസംഘടനയെന്നാണ് നിഗമനം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് BJP സംസ്ഥാനത്ത് നേരിട്ടത്. 62 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP 33ലേക്ക് ചുരുങ്ങിയത് ദേശീയ തലത്തിൽ പാർട്ടിക്ക് ക്ഷീണമായിരുന്നു. ഞായറാഴ്ച ലക്നൌവിൽ നടന്ന BJP പ്രവർത്തക സമിതി യോഗത്തിൽ പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുതെന്നും ആരും തന്നെ പാർട്ടിയേക്കാൾ വലിയവരല്ലെന്നും കേശവ പ്രസാദ് മൗര്യ പറഞ്ഞിരുന്നു. ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും സാന്നിധ്യത്തിലായിരുന്നു മൗര്യയുടെ പ്രസംഗം. അമിത ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നായിരുന്നു യോഗി തിരിച്ചടിച്ചത്. ഇന്ത്യ മുന്നണിയെ ഫലപ്രദമായി നേരിടാൻ പാർട്ടിക്ക് സാധിച്ചില്ലെന്നും യോഗി പ്രവർത്തക സമിതി യോഗത്തിൽ കുറ്റപ്പെടുത്തി. ഇതോടെയാണ് പാർട്ടിയിലെ ഉൾക്കലഹം മറനീക്കി പുറത്തു വന്നത്. അതിനിടെ UP BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പ്രധാനമന്ത്രി മോദിയുമായും ദേശീയ അധ്യക്ഷൻ നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്കിടെ സംസ്ഥാന നേതൃത്വസ്ഥാനം ഒഴിയാൻ ചൗധരി തയ്യാറായതും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച വൈകിട്ടോടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്ഭവനിലെത്തി ഗവർണർ ആനന്ദിബെൻ പട്ടേലിനെ കണ്ടത്. നിയമസഭയുടെ മൺസൂൺ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് യോഗി ഗവർണറെ കണ്ടതെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടനയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതാണ് സൂചന. യുപിയിലെ 10 സീറ്റുകളിൽ വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് BJPയുടെ പ്രഥമ പരിഗണന. അതിനു മുൻപ് ഒരു മുഖം മിനുക്കലിന് പാർട്ടിയിലും ക്യാബിനറ്റിലും സാധ്യതയുണ്ട്. 2027 UPയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം പരിഗണിക്കുന്നത്. ജാട്ട് സമുദായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരി OBC നേതാവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. നിലവിലുള്ള ചേരിതിരിവ് അവസാനിപ്പിക്കാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.